രാവും പകലും ഒന്നൊന്നിന് പിറകെ വ്യവസ്ഥാപിതമായി കൃത്യവും കണിശവുമായി ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ തുടർച്ചയിൽ സൂര്യനും നക്ഷത്രാദികളും വകുല്ലും ഫി ഫലകിൻ യസ്ബഹൂൻ അവയുടെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു. ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നക്ഷത്രങ്ങളുടെ ഈ സഞ്ചാരങ്ങളും ഭൂമിയുടെ കറക്കവും അത് കൃത്യമായി തുടർച്ചയായി തുടരുമ്പോൾ രാപ്പകലുകൾ ഇവിടെ സംജാതമാകുന്നു. കാലം പിറക്കൊള്ളുന്നു. ഉഷ്ണവും ശൈത്യവും വസന്തവും ഹേമന്തവുമൊക്കെ ഇവിടെ പിറവിയെടുക്കുന്നു. ലോകർക്ക് വാസയോഗ്യമാകുന്നു. ജീവിതം ഇവിടെ തുടരുന്നു. എത്രയെത്ര അത്ഭുതങ്ങളാണ് രാപ്പകലുകളുടെ ഈ പിറക്കൊള്ളലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. പറഞ്ഞു തുടർന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചത് വ്യത്യസ്തമായി രാപ്പകലുകൾ സ്വഭാവത്തിലും പ്രകൃതത്തിലും രൂപഭാവങ്ങളിലുമൊക്കെ തുടരുമ്പോൾ രാവിൻ്റെയും പകലിൻ്റെയും ധർമ്മങ്ങളും ഫലങ്ങളും അതും വ്യത്യസ്തമായി ഉണ്ട് എന്നുള്ളതാണ്. മതപരമായി തന്നെ ദീനിയായി തന്നെ പല വിഷയങ്ങളും അതിലുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയായിരുന്നു. ഉറക്കം ഒരു ഉദാഹരണമായി എടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് രാവിലും പകലിലും നിങ്ങളുടെ ഉറക്കം എന്ന്. അറബികൾ പറയും, അന്നൗമു ദൈഫുൻ ഇൻ തലബ്തഹു അനതക വ ഇൻ തലബക അറാഹക. ഉറക്കം ഒരു അതിഥിയാണ്. ഉറക്കമാകുന്ന അതിഥിയെ നീ തേടിച്ചെന്നാൽ അത് നിന്നെ സങ്കടപ്പെടുത്തും, അലോസരപ്പെടുത്തും. ഉറക്കാകുന്ന അതിഥി നിന്നെ തേടിയെത്തിയാൽ അത് നിനക്ക് സുഖം നൽകും, നിന്നെ ആശ്വസിപ്പിക്കും. ഉറക്കം വന്ന് നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ നമുക്ക് സുഖനിദ്രയാണ്. എന്നാൽ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കിടത്തമെങ്കിൽ ഉറക്കം കിട്ടാനായി നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ സമയം കഴിച്ച് പ്രയാസപ്പെടുന്ന അവസ്ഥയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല രാവിലും പകലിലും നമുക്ക് പല ഫലങ്ങളും ഗുണങ്ങളും നന്മകളും നിശ്ചയിച്ചിട്ടുണ്ട് അഗണ്യമായി. ഉറക്കതിൽ ചെറിയൊരു ഉദാഹരണം മാത്രം. രാവിലെ ഉറക്കം പകലിലെ ഉറക്കം എത്രമേൽ വ്യത്യസ്തത പുലർത്തുന്നു. രാത്രി ഉറക്കം ലഭിച്ചില്ല എങ്കിൽ, പകലിൽ ഉറക്കം ലഭിച്ചില്ല എങ്കിൽ ഒരാൾക്കുണ്ടാകുന്ന അവസ്ഥാമാറ്റങ്ങൾ, സ്വഭാവത്തിലും മറ്റും അയാളിൽ കാണുന്ന മാറ്റങ്ങൾ വ്യത്യസ്തമല്ലേ. പകൽ ഉറക്കത്തെക്കുറിച്ചും രാത്രിയിലെ ഉറക്കത്തെക്കുറിച്ചുമൊക്കെ ഹദീസുകൾ നമ്മൾ വായിക്കുന്നു. പകൽ ഉറക്കത്തിന് ഖൈലൂല എന്ന് പറയും. ഒരു ഹദീസിൽ കാണാം, ഖീലു ഫഇന്ന ശയാത്തീന ലാ തഖീൽ. നിങ്ങൾ പകലിൽ ഖൈലൂല ഉറങ്ങണം, പിശാചുക്കൾ ആ ഉറക്കം നിർവഹിക്കാറില്ല. ഖൈലൂല പകലിൻ്റെ മധ്യത്തിൽ ഉള്ള ഉറക്കമാണ്. അന്നൗമു അവ്വലൻ നഹാർ ഖറഖുൻ വ ഔസതഹു ഖുലുഖുൻ വ ആഖിറുഹു ഹുമുഖുൻ എന്നൊരു അസർ കാണാം, ഇമാം ബുഖാരി അൽ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചത്. പകലിൻ്റെ തുടക്കത്തിൽ ഉറക്കം അത് വിവരദോഷമാണ്, ജഹൽ. എന്നാൽ പകലിൻ്റെ മധ്യത്തിൽ ഉറക്കം അത് സൽ സ്വഭാവമാണ്. പകലിൻ്റെ ഒടുക്കം ഉറക്കം അത് ഹുമുഖ്, വിഡിത്തമാണ്, ബോഷ്കാണ് എന്ന് പറഞ്ഞ് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാനു യുജമ്മിഊൻ സുമ്മ യഖീലൂൻ. സഹാബികൾ ജുമാ നിസ്കരിക്കുമായിരുന്നു, പിന്നെയായിരുന്നു അവരുടെ പകലിൻ്റെ മധ്യത്തിലുള്ള ഖൈലൂല ഉറക്കം എന്ന്. പകലിൽ ഉറക്കം പറയപ്പെട്ടതാണ്. പക്ഷേ ആ പകൽ ഉറക്കത്തിൻ്റെ പ്രത്യേകത എന്ത്, ഫലമെന്ത്? അതുപോലെയാണോ രാത്രിയിലെ ഉറക്കം? സമയം പകലുറക്കത്തിന് പരിമിതമാണ്. എന്നാൽ രാത്രിയിലെ ഉറക്കം അതിൻ്റെ പ്രത്യേകത പലതാണ്. അതിനാൽ ഫലങ്ങളും ഗുണങ്ങളും പകലുറക്കത്തേക്കാൾ എത്രയോ കൂടുതലുമാണ്. ഞാൻ ഈ ഒരു ഉറക്കത്തെ ഉദാഹരിച്ചത് രാപ്പകലുകളുടെ ഭേദവും വ്യത്യസ്തതയും മാറ്റവും പല നിലക്കാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് കേവലം ഒന്നിനു പിറകെ നിരന്തരമായി കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ പരിമിതമല്ല. അത് പ്രധാനവും മുഖ്യവുമാണ്. നമ്മൾ വിഷയത്തിൽ വചനം കേൾക്കുകയുണ്ടായല്ലോ, വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ എന്ന ആയത്തിൽ അവൻ അല്ലാഹു അത്രേ ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ഖിൽഫതൻ, രാവിനെയും പകലിനെയും ഒന്നൊന്നിനു പിറകെ വരും വിധം സൃഷ്ടിച്ചവൻ, അങ്ങനെ ആക്കി തീർത്തവൻ എന്ന്. അത് സുപ്രധാനമായിട്ടുള്ള ആശയമാണ് ഇവിടെ. ഒപ്പം ഈ രാപ്പകലുകൾ പല വിഷയത്തിലും വൈരുദ്ധ്യമാണ്, പലതിലും വ്യത്യസ്തത പുലർത്തും വിധമാണ്. രാവിൻ്റെയും പകലിൻ്റെയും ഈ വ്യത്യസ്തതകളും വൈരുദ്ധ്യങ്ങളും എല്ലാം വലിയ ധർമ്മങ്ങളും വലിയ ഫലങ്ങളും തരുന്നവയുമാണ്.